റിലേഷൻഷിപ്പിൽ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം, എല്ലാ എഫേർട്ടും ഞാൻ ഇടണം. എൻ്റെ പാർട്ട്ണർക്ക് എന്താ ഇതൊന്നും മനസ്സിലാവാത്തെ? പൊതുവെ കപ്പിൾ റിലേറ്റഡ് ഇഷ്യൂ ആയിട്ട് വരുന്നവർ പറയുന്ന ഒരു കോമൺ സെന്റൻസ് ആയത് ഇക്വാലിറ്റി എന്ന കൺസെപ്റ്റ് മരൈറ്റൽ ലൈഫിൽ വളരെയധികം മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തുല്യമായി വീതിച്ച് ചെയ്യണം എന്നല്ല, നിങ്ങളുടെ പാർട്ട്ണർക്ക് ഭാരമാവാത്ത നിലയിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പാർട്ട്ണർ ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൽ വീക്ക് ആണെങ്കിൽ നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ആ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ഒപ്പം ആ ഡിസിഷൻസ് എടുക്കുമ്പോൾ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ വീക്ക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു പക്ഷെ അവർ എക്സലൻ്റ് ആയിരിക്കാം. രണ്ടുപേരുടെയും ഒരു കൊളാബറേറ്റീവ് വർക്കിലൂടെയാണ് ഒരു സക്സസ്ഫുൾ മാരേജ് ആവുന്നത്. പൊതുവെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞാനൊന്ന് അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തപ്പോൾ അവൾ ചെയ്ത പോലെ ചെയ്തില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണിത്. ഇഫ് ദേ ആർ വില്ലിംഗ് ടു ഡു, അലോ ദം ടു ഡു. ബിക്കോസ് നിങ്ങൾ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ അവർ എക്സലൻ്റ് ആവണം എന്നില്ല. പൊതുവെ വഴക്കിടുന്ന സമയങ്ങളിൽ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക. രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ കൂടിച്ചേരലാണ് മാരേജ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യണം, രണ്ടുപേരും ഫ്ലെക്സിബിൾ ആയിരിക്കണം, രണ്ടുപേരും ചേഞ്ച് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഒരു റിലേഷൻഷിപ്പ് മെസ്സാവുന്നതിന് മുന്നേ തന്നെ കപ്പിൾ തെറാപ്പിസ്റ്റിനെ കാണുന്നത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും.